നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ ഗോപിക. തിരഞ്ഞെടുപ്പ് പൂരം കഴിഞ്ഞു. ഉത്സവ പിറ്റന്നത്തെ ക്ഷേത്ര മൈതാനത്തിന്റെ അവസ്ഥയാണിപ്പോൾ കേരളത്തിൻ്റെത്. കപ്പലണ്ടിത്തൊലികളും കുപ്പിവെള്ളത്തൊണ്ടുകളും ചില്ലറ നാണയങ്ങളുമൊക്കെ ചിതറിക്കിടക്കുന്നത് പോലെ ഒത്തിരി വിശേഷങ്ങളും അവിടെയുണ്ട്. അതിനിടയിൽ നിന്നും ഞങ്ങളുടെ എഡിറ്റോറിയൽ ബോർഡ് അംഗം സന്തോഷ് കുമാർ തപ്പിപ്പെറുക്കിയെടുത്ത ചില തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ കാണാം, കേൾക്കാം. ഇത് ഇന്നലെ പറയേണ്ടതായിരുന്നു, പറ്റിയില്ല. തലേ ദിവസം പറയേണ്ടതായതുകൊണ്ട് തന്തയ്ക്ക് പിറക്കായികയാണെന്ന് ആരും കരുതരുത്. ഇന്നലെ വില്ലേജ് ന്യൂസിന് അവധിയായിരുന്നു. എന്നാലും പറയേണ്ടത് പറയാതിരിക്കാനാവില്ലല്ലോ. അതുകൊണ്ടാണ് ഇന്ന് പറയാമെന്ന് വച്ചത്. മറ്റൊന്നുമല്ല, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് വിശേഷങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. തലസ്ഥാനത്തെ പാർട്ടി ഓഫീസുകളുടെ ഒന്നും വാസ്തു ശരിയല്ലെന്നാണ് കൊങ്ങാണ്ടൂർക്കാരൻ ഗോവിന്ദൻ മേസ്തിരി പറയുന്നത്. എന്താന്നല്ലേ, ഡൽഹിയിലെ CPM ഓഫീസിന്റെ അവസ്ഥയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പാർട്ടികളുടെ എല്ലാം സംസ്ഥാന കമ്മിറ്റി ഓഫീസുകൾക്കുള്ളത്. സ്വന്തം വാർഡിൽ തലപൊക്കി നിൽക്കാൻ കഴിയാത്ത ദുര്യോഗം വല്ലാത്ത വിധി തന്നെയാണല്ലേ. ഭരണ പാർട്ടിയായ CPMന്റെ സംസ്ഥാന ആസ്ഥാനമായ AKG സെന്റർ തലപൊക്കി നിൽക്കുന്നത് കോൺഗ്രസ് വാർഡിലാണ്. ഇന്നലെ പാളയം വാർഡിൽ ജയിച്ചത് ശുദ്ധ കോൺഗ്രസ്സുകാരനായിപ്പോയി. വാസ്തുദോഷം, അല്ലാണ്ട് എന്തു പറയാൻ. എന്ന് വെച്ച് കോൺഗ്രസ്സുകാർക്ക് അഹങ്കരിക്കാൻ പറ്റുമോ? ഇല്ല. ഇന്ദിരാഭവൻ നിലനിൽക്കുന്ന ശാസ്തമംഗലത്ത് ജയിച്ചതോ BJP-കാരി ശ്രീലേഖ. കോൺഗ്രസിനും BJP-ക്കും ആകാമെങ്കിൽ ഞങ്ങളെ എന്തിനാ മാറ്റി നിർത്തുന്നത്? BJP-യും വിട്ടില്ല. സംസ്ഥാന ഓഫീസായ മാരാർജി ഭവൻ ഇന്നലെ മുതൽ CPMന്റെ വാർഡായ തൈക്കാടായിരിക്കും ഇനി 5 വർഷവും. ഇക്കാര്യത്തിലെങ്കിലും പാർട്ടികൾ തമ്മിൽ ഒരു യോജിപ്പുണ്ടെന്ന് നമുക്ക് ആശ്വസിക്കാം. ചില പാർട്ടിക്കാർ കുടുംബസമേതം പാർട്ടി ഓഫീസിലേക്ക് താമസം മാറ്റിയതായി കേട്ടിട്ടുണ്ട്. എന്നാൽ മുനിസിപ്പൽ ഓഫീസിലേക്ക് താമസം മാറ്റുന്നത് ആദ്യമായിരിക്കും. അതാണ് പാലയിൽ ഒരു സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത്. അത് മറ്റാരുമല്ല, ബിനു പുളിക്കക്കണ്ടവും ഫാമിലിയുമാണ്. വെറുതെ അല്ല താമസം മാറുന്നത്. ബിനുവും മകൾ ദിയയും സഹോദരൻ ബിജുവും കൗൺസിലർമാരായാണ് മുനിസിപ്പൽ ഓഫീസിലേക്ക് താമസം മാറുന്നത്. ഏത് മുന്നണി ഭരിച്ചാലും ബിനുവിൻ്റെ കുടുംബത്തിൻ്റെ പിന്തുണ കൂടിയേ തീരൂ. അതുകൊണ്ട് ചിലപ്പോൾ ചെയർമാനോ ഡെപ്യൂട്ടി ചെയർമാനോ ആയിട്ടാകും താമസമുറപ്പിക്കുക. ഇതിപ്പോ ബിനുവിന് മാത്രമല്ല, മറ്റു ചിലർക്കും ഈ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പോരുവഴി പഞ്ചായത്തിലെ കപ്പിളിനാണ് ഈ ഭാഗ്യമുണ്ടായിരിക്കുന്നത്. ഇവിടെ BJP സ്ഥാനാർത്ഥികളായി ഭാര്യയും ഭർത്താവും ജയിച്ചു. നിഖിൽ മനോഹറും രേഷ്മ നിഖിലുമാണ് ഈ ഭാഗ്യം ചെയ്തിരിക്കുന്നത്. ബിനുവിനാണെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ആയിക്കൂടെന്നാണ് പാലാക്കാരുടെ തന്നെയായ ഷാജുവും ബറ്റിയും ചോദിക്കുന്നത്. രണ്ടുപേരും മുൻ ചെയർമാൻമാരുമാണ്. പാലാ നഗരസഭയിലെ 1ഉം 2ഉം വാർഡുകളിൽ കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥികളായി മത്സരിച്ച ഇരുവരും ഇത്തവണയും ജയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനൊക്കെ ഒരു യോജിപ്പ് വേണ്ടേ? അതില്ലാതായി പോയതാണ് പന്തളം തെക്കേക്കരയിൽ സംഭവിച്ചത്. ഭർത്താവും ഭാര്യയും മത്സരിച്ചു. ഭർത്താവ് UDFന് വേണ്ടിയും ഭാര്യ LDFന് വേണ്ടിയും. രണ്ടുപേരും തോറ്റു. ഒരുമയുണ്ടെങ്കിലേ ഉലക്കയിൽ കിടക്കാൻ പറ്റൂ എന്ന് അവരിപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. ഇത് ഇവർക്ക് മാത്രമല്ല, പത്തനംതിട്ട മൈലപ്രയിൽ പരസ്പരം മത്സരിച്ച അമ്മായിയമ്മയ്ക്കും മരുമകൾക്കും മനസ്സിലായിട്ടുണ്ടാകും. യോജിപ്പുണ്ടായിട്ടും പരേതനായ നടൻ തിലകന്റെ മക്കൾക്ക് ഇതിനുള്ള ഭാഗ്യമുണ്ടായില്ല. തിലകന്റെ മക്കൾ ഷിബു തിലകനും ഭാര്യയും തൃപ്പൂണിത്തുറ നഗരസഭയിലേക്ക് മത്സരിച്ചു. എന്നാൽ രണ്ടുപേരും തോറ്റു. അതെങ്ങനെ? ഉപ്പാപ്പാക്കാർ ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് തന്നെയാണ് പെരുങ്ങോട്ട് കുറിശിയിലെ പ്രമാണിക്കും പറ്റിയത്. ഒരു കാലത്ത് പാലക്കാട്ടെ ഉമ്മൻചാണ്ടി എന്നായിരുന്നു പെരുങ്ങോട്ട് കുറിശിയിലെ AV ഗോപിനാഥിനെ വിളിച്ചിരുന്നത്. എന്നാൽ കുറച്ചു വർഷങ്ങളായി ഗോപിനാഥിന് കോൺഗ്രസിനോടൊരു വിപ്രതിപത്തി, മുഖ്യമന്ത്രി പിണറായി വിജയനോടൊരു വയോജന പ്രേമം. ഇക്കുറി LDFുമായി ചേർന്ന് ഗോപിനാഥ് 7 സ്ഥാനാർത്ഥികളെ നിർത്തി. ഗോപിനാഥ് സഹിതം 8 നിലയ്ക്കല്ല 16 നിലയ്ക്കും പൊട്ടി. പാട്ടുപാടിയാൽ പാട്ടും പാടി ജയിക്കില്ലെന്ന് മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും പൂജപ്പര രാധാകൃഷ്ണന് മനസ്സിലായിട്ടുണ്ടാകും. സ്ഥാനാർത്ഥിയായപ്പോഴേ രാധാകൃഷ്ണൻ ഓടി ജഗതി ശ്രീകുമാറിന്റെ മുന്നിലെത്തി. പണ്ട് ഒന്നിച്ചഭിനയിച്ച സിനിമയിലെ രാമ ശ്രീരാമ എന്ന പാട്ടുപാടി
വീഡിയോ എടുത്തു, നാട് മുഴുവൻ പ്രചരിപ്പിച്ചു. വോട്ട് കിട്ടുമെന്ന് കരുതി, പക്ഷെ കിട്ടിയില്ല. ഫലം വന്നപ്പോൾ 3-ാം സ്ഥാനത്തായിപ്പോയി. ജയിക്കണമെങ്കിൽ പാട്ടുപാടിയാൽ പോരാ, ജയിലിൽ കിടക്കണമെന്ന് പയ്യന്നൂർക്കാരൻ നിഷാദ് സ്വന്തം അനുഭവത്തിൽ നിന്ന് പറഞ്ഞു തരും. സ്വാതന്ത്ര്യ സമരം നടത്തി ജയിലിൽ പോകണമെന്നൊന്നുമില്ല. പോലീസിനെ ബോംബെറിഞ്ഞിട്ടായാലും മതി. പോലീസിനെ ബോംബെറിഞ്ഞ് 10 വർഷം തടവിന് ജയിലിൽ കഴിയുന്ന നിഷാദ് പയ്യന്നൂർ നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. നിഷാദിന് മുന്നിൽ ആലപ്പുഴക്കാരൻ ഷാനവാസ് വെറും ചെറുത്. ഷാനവാസ് ആരെന്ന് മറന്നുപോയോ? സ്വന്തം ലോറിയിൽ 1 ലോഡ് പാൻ മസാല കടത്തിയതിന് കേസിൽപ്പെട്ട ആലപ്പുഴയിലെ CPM നേതാവിനെ പെട്ടെന്നാരും മറക്കാനിടയില്ല. പുള്ളിക്കാരൻ ആലപ്പുഴ നഗരസഭയിലേക്ക് ഇത്തവണയും വിജയിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ ആരൊക്കെ ജയിച്ചിട്ട് എന്ത് കാര്യം? വെള്ളാപ്പള്ളി നടേശൻ എങ്ങനെ തല ഉയർത്തി നടക്കും? UDF എന്നും VD സതീശൻ എന്നും കേട്ടാൽ ആസനത്തിൽ നീറുകടിക്കുന്ന വെള്ളാപ്പള്ളി നടേശന്റെ വാർഡിൽ UDF ആണ് ജയിച്ചത്. നടേശണ്ണൻ എങ്ങനെ സഹിക്കും? ഗുരുദേവാ. ഇനി പെരുന്നയിലെ സുമാരൻ ചേട്ടന്റെ അവസ്ഥ എന്താണെന്ന് ഒരു പിടിയുമില്ല. എന്താണെങ്കിലും തിരഞ്ഞെടുപ്പിന് മുമ്പ് താക്കോൽ സ്ഥാനം ആർക്ക് കൊടുക്കണമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനി പറയുമോ ആവോ? സുമാരൻ ചേട്ടനെ പോലെ തന്നെയായിരിക്കും MV ശ്രേയാംസ് കുമാറും ചിന്തിക്കുന്നത്. ഒന്നും മിണ്ടണ്ട, മിണ്ടിയിട്ട് എന്ത് കാര്യം? സ്വന്തം വാർഡിൽ സ്വന്തം പാർട്ടിയായ RJDയുടെ സ്ഥാനാർത്ഥിക്ക് 10 വോട്ട് തികച്ച് നേടിക്കൊടുക്കാൻ പറ്റിയില്ലല്ലോ. കിട്ടിയത് വെറും 7 വോട്ട്. സങ്കടപ്പെടണ്ടെന്നേ, നമ്മുടെ അൻവർ സാഹിബും കൂടെയുണ്ട്. ഏത് അൻവറെന്നോ? നിലമ്പൂർ സുൽത്താൻ PV അൻവർ തന്നെ. നിലമ്പൂർ മുനിസിപ്പാലിറ്റി 3-ാം വാർഡിൽ അൻവറിന്റെ സ്ഥാനാർത്ഥിക്കും വെറും 7 വോട്ടേ കിട്ടിയുള്ളൂ എന്നത് ശ്രേയാംസ് കുമാറിന് ആശ്വാസം. ഇതേ സമയം അൻവറും ശ്രേയാംസ് കുമാറും ചിരിക്കുന്ന വേറൊരു റിസൾട്ട് ഉണ്ട്. മണ്ണാർക്കാട് LDF സ്ഥാനാർത്ഥിക്ക് കിട്ടി ഒരേ 1 വോട്ട്. പക്ഷേ സച്ചിൻ ദേവ് MLAക്ക് കിട്ടിയ പണി മറ്റാർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. തിരുവനന്തപുരത്തെത്തി മേയർ ആര്യ രാജേന്ദ്രനെയും കെട്ടി KSRTC ബസ്സിൽ കയറി കോമാളി കളിച്ച് പാവൻ ഡ്രൈവറുടെ ജോലി കളഞ്ഞപ്പോൾ സച്ചിൻ ഇത്രയും കരുതിയിട്ടുണ്ടാവില്ല. 50 വർഷം LDF ഭരിച്ച സ്വന്തം പഞ്ചായത്തായ ബാലുശ്ശേരി പഞ്ചായത്ത് ഇത്തവണ UDF കൊണ്ടുപോയി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് സ്ത്രീകളാണെന്നുള്ള കാര്യത്തിൽ മെൻസ് അസോസിയേഷൻ നേതാവ് രാഹുൽ ഈശ്വറിന് പോലും എതിർപ്പുണ്ടാവുമെന്ന് തോന്നുന്നില്ല. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിച്ചാൽ മതി. അടൂര് അദ്ദേഹത്തിന്റെ വാർഡിൽ UDFിലെ കാവ്യ വേണു തോറ്റുപോയി. തീർന്നില്ല. ഗർഭചിത്ര കേസിൽ ഗുളിക കൈമാറിയ ഫെനി നൈനാൻ തോറ്റു. തീർന്നോ? ഇല്ല. മാങ്കൂട്ടത്തിൽ വീട് കയറി വോട്ട് ചോദിച്ച കണ്ണാടി പഞ്ചായത്തിലെ നിഖിൽ കണ്ണാടിയും അജാസും മൂടോടെ തോറ്റു. ഇങ്ങനെ തോൽവിയുടെയും ജയത്തിൻ്റെയും എത്രയെത്ര കഥകൾ. അതൊക്കെ ഇനി ഒരിക്കലാവാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ലൈക്ക് ചെയ്യുക.